കർത്താവായ യേശുക്രിസ്തുവിനെ ഏത് വിധത്തിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഷോർട്ട് വീഡിയോ പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. അത് ഫിലേമോന്റെ ലേഖനത്തിൽ നിന്നാണ് ഇന്ന് നമ്മുടെ ചിന്ത പറയാൻ ആഗ്രഹിക്കുന്നത്. ഫിലേമോൻ ലേഖനം നാം എല്ലാവരും അറിയുന്ന പോലെ അപ്പോസ്തലനായ പൗലോസ് അങ്ങ് വിദൂരതയിൽ റോമിൽ കാരാഗൃഹത്തിൽ ആയിരുന്ന സമയത്ത് ഓനേസിമോസ് എന്ന് പറയുന്ന ഒരു ഭൃത്യൻ, അദ്ദേഹം ഫിലേമോൻ എന്ന് പറയുന്ന ഒരു യജമാനന്റെ കീഴിൽ സേവനം ചെയ്ത വ്യക്തിയായിരുന്നു. എന്തോ പ്രത്യക്ഷമായ കാരണത്താൽ അദ്ദേഹം പൗലോസ് കിടക്കുന്ന ജയിലറയിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നു. അവിടെ വെച്ച് പൗലോസ് അവനോട് സുവിശേഷം പറഞ്ഞ് രക്ഷാനിർണയമുള്ളവനായി കർത്താവിനും ഫിലേമോനും പ്രയോജനമുള്ളവനായി ഈ ലേഖനവുമായി ഫിലേമോന്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഇതിനകത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതീവമായിരുന്ന ഒരു സ്വഭാവ വൈശിഷ്ട്യവും പ്രവൃത്തിയും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ രണ്ടു കാര്യങ്ങൾ പൗലോസ് ഫിലേമോന് പറഞ്ഞത്: സഹോദരാ, നീ വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചു എന്ന് നിന്നെക്കുറിച്ചൊരു നന്മ എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ നിന്നെക്കൊണ്ട് എനിക്കൊരു അനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കുക. ഞാനിപ്പോൾ നിന്നോട് അപേക്ഷിക്കുന്നത്, ഞാൻ തടവിൽ വെച്ച് ജനിപ്പിച്ചവനായ നിന്റെ ഭൃത്യൻ അല്ലെങ്കിൽ ഓനേസിമോസിന് വേണ്ടിയാകുന്നു. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ, ഇപ്പോഴോ വിശേഷാൽ നിനക്കും എനിക്കും പ്രയോജനമുള്ളവൻ. അവനെ നീ കൈക്കൊള്ളുക. അവൻ വല്ലതും നിന്നോട് അധികമായി പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കണക്കിൽപ്പെടുത്തിക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓനേസിമോസ് മുഖാന്തരം ഫിലേമോൻ എന്ന് പറയുന്ന യജമാൻ വന്നിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും പൗലോസിന്റെ കണക്കിലാക്കുവാൻ വേണ്ടി ഫിലേമോനെ പ്രബോധിപ്പിക്കുന്ന മനോഹരമായ ലേഖനം. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ മുഴുവൻ പട്ടികയും തന്റെ മേൽ ചുമത്തി നമ്മെ പാപം അറ്റവരായി നീതിമാന്മാരായി വെറുതെ പറഞ്ഞയക്കുന്ന മനോഹരമായ ക്രിസ്തുവിന്റെ നീതീകരണ പ്രവൃത്തിയുടെ ഒരു ചിത്രമാണ്. കർത്താവായ യേശു ക്രിസ്തു അഭക്തനെ നീതീകരിക്കുന്നവനാണെന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ പാപങ്ങളും തന്റെ രക്തത്തിന്റെ അക്കൗണ്ടിൽ ചുമത്തി നമ്മെ പാപരഹിതരായി കുറ്റമില്ലാത്തവരായി പരസ്യമായി പ്രസ്താവിക്കുന്നു. നീതീകരിക്കുന്ന ക്രിസ്തു എന്നുള്ളതാണ് ഫിലേമോന്റെ ലേഖനത്തിന്റെ അടിസ്ഥാനപരമാകുന്ന ആശയം. പാപിയെ നീതീകരിക്കുന്ന കർത്താവായ യേശു നമ്മുടെ പാപത്തിന്റെ സകല കുറ്റങ്ങളും തന്റെ ക്രൂശിലെ മരണത്തിന്റെ അക്കൗണ്ടിൽ ചുമത്തി നമ്മെ നിരപരാധികളായി പറഞ്ഞയക്കുന്ന, നിഷ്കളങ്കരായി പറഞ്ഞയക്കുന്ന പിതാവായ ദൈവത്തിന്റെ സന്നയിൽ നമ്മെ സ്വീകരിപ്പാൻ ശുപാർശ ചെയ്യുന്ന നമ്മുടെ കർത്താവായ യേശു, അവനത്രേ ഫിലേമോന്റെ ലേഖനത്തിലെ ക്രിസ്തു.